കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ട് ഇപ്പോൾ ഒരു ഏജൻസി സൗദി അറേബ്യയിലേക്കുള്ള പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഏജൻസിയുടെ പേര് മാൻപവർ എന്നാണ്. അവർ ഒരുപാട് ആളുകളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ പോവാനായിട്ട് സെലക്ഷനായി റെഡി ആയിട്ടിരിക്കുന്നവർ ഈ വീഡിയോ തീർച്ചയായിട്ടും കാണുക കേട്ടോ. മാൻപവർ ഏജൻസി എന്ന് പറഞ്ഞാൽ കേരളത്തിന് പുറത്തും അകത്തുമായിട്ട് ഒരുപാട് ബ്രാഞ്ചസ് ഉള്ള വളരെ വലിയ ഒരു ഏജൻസിയാണ് ഈ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, നഴ്സിംഗ് പഠിക്കുന്ന ഒട്ടുമിക്ക ആളുകളുടെയും ആഗ്രഹം എത്രയും പെട്ടെന്ന് ഒരു വിദേശ രാജ്യത്തേക്ക് പോവുക എന്നുള്ളതാണ്. നമുക്ക് രണ്ട് രീതിയിൽ നഴ്സിംഗ് പഠിച്ചെടുക്കാൻ പറ്റും. ഒന്ന് പ്രൈവറ്റ് സെക്ടറിലും പഠിക്കാം, അടുത്തത് ഗവൺമെൻറ്റിലും പഠിക്കാം. അപ്പോൾ ഗവൺമെൻറ്റിൽ സീറ്റ് കിട്ടാത്തവരായിരിക്കാം ഭൂരിഭാഗം പേരും പ്രൈവറ്റിലേക്ക് പഠിക്കാൻ പോകുന്നത്. എങ്ങനെയെങ്കിലും കോഴ്സ് കഴിഞ്ഞിറങ്ങുക, അത്യാവശ്യം എക്സ്പീരിയൻസ് ആവുക, അതിനുശേഷം എങ്ങനെയെങ്കിലും പുറത്തേക്ക് പോവുക. അതാണ് ഭൂരിഭാഗം പേരുടെയും ആഗ്രഹം, അല്ലേ? പണ്ട് കാലത്ത് എല്ലാവരും നോട്ടമിടുന്നത് ഗൾഫ് രാജ്യങ്ങളായിരുന്നുവെങ്കിൽ ഇന്ന് അതിന് മാറ്റം വന്നു. ഇന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നത് യൂറോപ്യൻ കൺട്രികളിലേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അറിയാം, നമ്മൾ പലരും ഇങ്ങനെ വിദേശ രാജ്യത്തേക്ക് പോകുന്നതിന് ഓരോരുത്തർക്കും ഓരോരോ ലക്ഷ്യങ്ങളുണ്ട്, അല്ലേ? ചിലരെ സംബന്ധിച്ച് പഠിച്ചത് വിദ്യാഭ്യാസ ലോൺ എടുത്തിട്ടായിരിക്കും, അപ്പോൾ അതിൻ്റെ കടം വീഴണം. ചിലർക്ക് ഫാമിലിയെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യണം. ചിലർക്ക് അവരുടെ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള സ്വർണമോ അല്ലെങ്കിൽ പണമോ ഒക്കെ സമ്പാദിക്കണം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ലക്ഷ്യങ്ങളാണ് ഇങ്ങനെയുള്ള വിദേശ രാജ്യങ്ങളിലെ ജോലി സ്വപ്നം കാണുന്നതിന്. അപ്പോൾ ഈ പറയുന്ന ഏജൻസികൾ അല്ലെങ്കിൽ ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടത്തിക്കൊണ്ടിരുന്ന ഏജൻസിയെ സംബന്ധിച്ച് നമ്മൾ BSc നഴ്സിംഗ്, ജനറൽ നഴ്സിംഗ്, ഇതിനകത്ത് ഏത് പഠിച്ചാലും മതി, പ്രശ്നമൊന്നുമില്ല, അവർ കൊണ്ടുപോകും. അതുപോലെ തന്നെ അവർ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ പൊമെട്രിക് എക്സാം പാസ്സാവണ്ട എന്നുള്ളത്. അപ്പോൾ അതിനു മുമ്പ് പൊമെട്രിക് എക്സാം എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലേ? ഓരോരോ രാജ്യത്തും, അതായത് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോവുകയാണെങ്കിൽ അതാത് രാജ്യത്തിൻ്റെ ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിക്കുന്ന പരീക്ഷ നമ്മൾ എഴുതി പാസ്സാവണം. അപ്പോൾ എങ്കിൽ മാത്രമേ നമ്മുടെ കയ്യിലിരിക്കുന്ന സർട്ടിഫിക്കറ്റിന് അതിൻ്റേതായിട്ടുള്ള ഒരു വാല്യൂ ഉണ്ടാവുകയുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്കൊരു രജിസ്ട്രേർഡ് നേഴ്സായിട്ട് അതാത് രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ അത്രയ്ക്കും പ്രാധാന്യമുണ്ട് ഈ ഒരു പോമെട്രിക് എക്സാമിന്. പണ്ട് കാലത്ത് ഈ എക്സാം നമ്മൾ ആ രാജ്യങ്ങളിൽ പോയി എഴുതണമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല, എല്ലാം ഡിജിറ്റലൈസ്ഡ് ആണ്. നമ്മുടെ നാടടക്കം എല്ലാം തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. എല്ലാം നമുക്ക് ഓൺലൈനിൽ കിട്ടുകയും ചെയ്യും, പഠിക്കാനും പറ്റും, പരീക്ഷ എഴുതാനും പറ്റും, സർട്ടിഫിക്കറ്റും നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു പൊമെട്രിക് എക്സാം എഴുതാതെ നമ്മൾ അവിടെ പോയാൽ നമ്മൾ എന്ത് ധൈര്യത്തിലാണ് നമ്മൾ അങ്ങോട്ട് കയറി പോകുന്നത്? നമ്മൾ ഈ എക്സാം എഴുതി പാസ്സാവുമെന്ന് നമുക്ക് എന്ത് ഗ്യാരണ്ടിയാണുള്ളത്? അവിടെ നമ്മുടെ എക്സാം പാസ്സാക്കി തരാൻ അവർ ഇരിപ്പൊന്നുമില്ല. ഇതുവരെ എക്സാം അറ്റൻഡ് ചെയ്യാത്തവരെ സംബന്ധിച്ച് എന്ത് കോൺഫിഡൻസ് ആണ് അവർക്കുള്ളത്? എന്ത് ധൈര്യത്തിലാണ് നമ്മൾ ഏജൻസിക്ക് ഈ ലക്ഷങ്ങൾ, ഏജൻസി പറയുന്ന ലക്ഷങ്ങൾ കൊടുത്ത് നമ്മൾ വിദേശ രാജ്യത്തേക്ക് കയറി പോകുന്നത്? അപ്പോൾ ഇങ്ങനെ പോവാൻ ആഗ്രഹിക്കുന്നവർ, ഇനി അതുമല്ല സെലക്ഷൻ ആയിരിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ പൊമെട്രിക് എക്സാം എഴുതാം. അതായത് സൗദി അറേബ്യ, ഒമാൻ പോലുള്ള രാജ്യങ്ങളാണ് പൊമെട്രിക് എക്സാം എഴുതേണ്ടത്. അതേസമയം കുവൈറ്റ്, അതുപോലെ ഖത്തർ, അങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് MOH ആണ് എഴുതുക. ഇനി UAE വരികയാണെങ്കിൽ ദുബായിൽ എഴുതുന്ന ടെസ്റ്റിൻ്റെ പേര് DHA എന്നാണ്. അതേസമയം ഷാർജ, അജ്മാൻ ഏരിയ ഒക്കെ ആണെങ്കിൽ MOH ആണ് എഴുതേണ്ടത്. ഇനി അലൈൻ അബുദാബിക്ക് എടുക്കുകയാണെങ്കിൽ ഹാദ് ആണ് എഴുതേണ്ടത്. അപ്പോൾ ഓരോ ഏരിയയ്ക്ക് തരം തിരിച്ചിട്ടാണ് ഓരോ എക്സാമുകൾ എഴുതേണ്ടത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഏത് രാജ്യത്തേക്ക് പോകാനാണോ നമുക്ക് താല്പര്യം, നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ അതിൻ്റെ കോഴ്സ് പഠിച്ച് പരീക്ഷ എഴുതി നമ്മൾ ആ സർട്ടിഫിക്കറ്റോടുകൂടെ പോകുന്നതാണ് നമുക്ക് ജോലി കണ്ടുപിടിക്കാനും ജോലി ലഭിക്കാനും ഏറ്റവും എളുപ്പം. അപ്പോൾ ഏജൻസികൾ നമ്മളോട് പല കാര്യങ്ങളും പറയും, അല്ലേ? പല കാര്യങ്ങളും പറയില്ല. അപ്പോൾ നമ്മൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. കാരണം ഞാൻ കുറച്ച് കാലം ഈ സൗദി അറേബ്യയിലും ദുബായിലും ഒക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ. പിന്നെ ഈ ഏജൻസി ചെയ്യുന്ന വേറൊരു കാര്യമുണ്ട്. നമ്മൾ ക്ലിനിക്കിലേക്കോ ഇനി ഹോസ്പിറ്റലിലേക്കോ എവിടേക്കെങ്കിലും ആയിക്കോട്ടെ ഇവർ നമ്മളെ കൊണ്ടുപോകുന്നത്, നമ്മുടെ സാലറി, അതുപോലെ ടിക്കറ്റ്, ഫ്ലൈറ്റ് ടിക്കറ്റ്, മറ്റ് ആനുകൂല്യങ്ങൾ, ആനുവൽ ലീവ്, ഇതെല്ലാം ഈ ഒരു ഏജൻസിയുടെ നിയന്ത്രണത്തിലായിരിക്കും വരിക.
നമ്മൾ വർക്ക് ചെയ്യുന്ന ആശുപത്രിയോ ക്ലിനിക്കോ ആയിട്ട് ഒരു ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ടാവില്ല. അവിടുത്തെ മാനേജ്മെൻറ്റുമായിട്ടല്ല നമുക്കുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കണക്ഷൻ ഡയറക്റ്റ് അല്ല, ത്രൂ ഈ ഏജൻസിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പലർക്കും സാലറി പോലും കറക്റ്റ് സമയത്ത് കിട്ടാറില്ല, കറക്റ്റ് സമയത്ത് ലീവ് കിട്ടി നാട്ടിൽ വരാറില്ല, ഫ്ലൈറ്റ് ടിക്കറ്റ് കറക്റ്റ് സമയത്ത് കിട്ടാറില്ല. അങ്ങനെ പല പല കാര്യങ്ങൾ കൊണ്ട് അവരവിടെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ചെന്ന് ചാടി കഴിയുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇത് പെട്ടെന്നൊന്നും കയറി പോരാൻ പറ്റാത്തൊരു കുഴിയിലേക്കാണ് ഞാൻ വീണതെന്ന്. അപ്പോൾ ചാടുന്നതിന് മുൻപ് നമ്മുടെ പരിചയക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ്, ഇന്ന ഏജൻസി വഴിയാണ്, ഇങ്ങനെയൊക്കെയാണ് അവർ ഞങ്ങളോട് പറയുന്നത് എന്നുള്ള കാര്യമൊക്കെ മറ്റുള്ളവരോടൊന്ന് അന്വേഷിക്കുക. അതിന് യാതൊരു നാണക്കേടും വിചാരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അവിടെ ഉള്ളവർ അവരനുഭവിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ യാഥാർത്ഥ്യമുണ്ട് എന്ന് ഉൾക്കൊള്ളാനും കൂടെ നമുക്ക് കഴിയണം. കാരണം പല പല വീഡിയോസും ഈ യൂറോപ്പിൽ നിന്നൊക്കെയുള്ള പലരും പല വീഡിയോകളും പോസ്റ്റ് ചെയ്യുമ്പം അതിൻ്റെ താഴെ വന്ന് പലരും കമൻറ്റ് ചെയ്യുന്നത് കാണാറുണ്ട്. നിങ്ങൾ പോയി രക്ഷപ്പെട്ടു, അതുകൊണ്ട് ഇനി മറ്റുള്ളവർ അവിടെ വരണ്ട എന്നുള്ള ആഗ്രഹത്തോടു കൂടെയല്ലേ നിങ്ങൾ പറയുന്നതെന്ന്. ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. അവരവിടെ ജോലി, അവരുടെ സേഫാണ്. പിന്നെ ഇപ്പം അവർക്കെന്താണ് പ്രശ്നം? പക്ഷെ അവരനുഭവിച്ച ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഓർത്തിട്ടാണ് അവർ പല കാര്യങ്ങളും പറയുന്നത്. പക്ഷെ അതിനെ ആ ഒരു അർത്ഥത്തിൽ മനസ്സിലാക്കാൻ പലർക്കും സാധിക്കാറില്ല. അപ്പം ഇത് നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. പരിചയമുള്ളവരുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക. അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടുള്ള തീരുമാനം നിങ്ങളെടുക്കുക. പോകണോ വേണ്ടിയോ എന്നുള്ളത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. പിന്നെ ഈ ഒരു ഏജൻസി എന്താണ് ചെയ്യുന്നതെന്നറിയോ? ഈ ആളുകളെ കൊണ്ടുപോയിട്ട് നമുക്ക് ഒരു ഹോസ്പിറ്റലിൻ്റെ വിസ അടിച്ചിട്ടല്ല കൊണ്ടുപോകുന്നത്. മിക്കവാറും തന്നെ വിസിറ്റ് വിസയിലായിരിക്കും ഇവർ കൊണ്ടുപോവുക. ഇവർ കൊണ്ടുപോയിട്ട് ഹോട്ടലുകളിലാണ് നമ്മളെ താമസിപ്പിക്കുക. ഒരു 1-2 പേരെയൊന്നും അല്ല കേട്ടോ കൊണ്ടുപോകുന്നത്, കുറേ പേര് ഒരുമിച്ചാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കാണെന്നുള്ള പേടിയൊന്നും വേണ്ട. അതുപോലെ ഇവർ കറക്റ്റ് സമയത്ത് തന്നെ ഇവർ നിങ്ങളെ കൊണ്ടുപോവുകയും ചെയ്യും. അത് വിദേശ രാജ്യത്തുള്ള ഹോട്ടലുകളിൽ താമസിപ്പിക്കും. അതിനുശേഷം ഓരോ ആശുപത്രികളിലും എത്രമാത്രം ആളെ അത്യാവശ്യമുണ്ടോ, 10 ആളെ ആവശ്യമുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യും? ആ 10 പേര്, 10 അതായത് പോമെട്രിക് എക്സാം പാസ്സായിട്ടുള്ളവർക്കാണ് അന്നേരം ഒരു പ്രിഫറൻസ് കൊടുക്കുക. അങ്ങനെ ആദ്യം 10 ആളെ സെലക്ട് ചെയ്യും. എക്സാം പാസ്സായവർ അവരെ ഒരു ഹോസ്പിറ്റലിലേക്ക് വിടും. അതിനുശേഷം അവർക്ക് ആ ഹോസ്പിറ്റലിൻ്റെ അണ്ടറിൽ വിസയെല്ലാം അടിച്ചു കൊടുത്ത് അവരവിടെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ചിലപ്പം 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പോഴായിരിക്കും അടുത്തൊരു ഹോസ്പിറ്റലിൽ 5 വേക്കൻസി വരുന്നത്. അപ്പോഴും ഒരു പ്രിഫർ ചെയ്യുന്നത് ഈ പറയുന്ന പൊമെട്രിക് എക്സാം പാസ്സായിട്ടുള്ള 5 പേരെ എടുക്കും. അപ്പോഴും ഈ എക്സാം പാസ്സാവാത്തവർ വീണ്ടും വീണ്ടും ബാക്കിലേക്ക് പോവുകയാണ് അല്ലേ. അവർക്ക് അവസാനം കിട്ടുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു ക്ലിനിക്കുകളൊക്കെ ആയിരിക്കും. അപ്പോൾ നേരത്തെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതേപോലെ ആരോഗ്യ മന്ത്രാലയത്തിന് ഒരുപാട് കംപ്ലൈൻറ്റ് കിട്ടിയത് കൊണ്ട് തന്നെ അവർ ഇങ്ങനൊരു പരിശോധനയ്ക്ക് ഇറങ്ങിയ ആശുപത്രികളിൽ ആ സമയത്ത് ഇങ്ങനെ ഈ ലൈസൻസ് ഇല്ലാതെ വർക്ക് ചെയ്യുന്നവരെ എന്ത് ചെയ്തു എന്നറിയാമോ? ആശുപത്രിക്കാർ ആ ഒരു സമയത്തേക്ക് മാറ്റി നിർത്തും. അപ്പോൾ നമ്മൾ ഈ പൊമെട്രിക് എക്സാം പാസ്സാവാതെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു രജിസ്റ്റേർഡ് നേഴ്സിന് കിട്ടുന്ന സാലറി നമുക്ക് കിട്ടില്ല. നമ്മുടെ എല്ലാ ആഗ്രഹം എന്താണ്? നമ്മൾ പോകുന്നത് എന്തിനാണ്? പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾക്കല്ലാതെ അവിടെ ചെന്ന് അറബികൾക്ക് വേണ്ടി സർവീസ് ചെയ്യാനൊന്നും അല്ല നമ്മൾ പോകുന്നത് അല്ലേ. നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് പൈസ തന്നെയാണ്. അപ്പോൾ നമ്മളെ ഇങ്ങനെ മാറ്റിയൊക്കെ നിർത്തി കഴിഞ്ഞ്, അല്ലെങ്കിൽ നമുക്ക് പൈസയൊക്കെ തീരെ കുറച്ച് കിട്ടി, നമ്മളും അവരും പഠിക്കുന്നത് ഒരേ കോഴ്സാണ് പഠിച്ചിട്ട് അല്ലേ, ഒരേ എക്സ്പീരിയൻസ് ആയിരിക്കും. ചിലപ്പോൾ അവരെക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് നമുക്കുണ്ടാകും. പക്ഷേ ഈ ഒരു എക്സാം, പൊമെട്രിക് എക്സാം പാസ്സായില്ല എന്നുള്ള ഒരൊറ്റ പേരിലായിരിക്കും നമുക്ക് രജിസ്റ്റേർഡ് നേഴ്സ് എന്നുള്ള ലേബലും കിട്ടില്ല, മറ്റുള്ളവർക്ക് കിട്ടുന്ന സാലറിയും കിട്ടില്ല. അതെല്ലാം നമുക്ക് ഓർമ്മ വേണം. ഇത് ഞാൻ ഇത്രയും പറയാനായിട്ടുള്ള കാരണം എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 12 അല്ല കേട്ടോ, 14 വർഷം മുൻപ് എനിക്ക് എത്രയും വേണ്ടപ്പെട്ട ഒരാൾ ഇതേപോലെ വിദേശ രാജ്യത്ത് പോയി. അത് കുവൈറ്റിനാണ് പോയത്, പ്രൈവറ്റിലാണ് പോയത്. 2.25 ലക്ഷം, അന്നത്തെ കാലത്ത് 2.25 ലക്ഷം രൂപ കൊടുത്ത് പോയതാണ്. അപ്പം ഈ ആൾക്ക് അറിയില്ല അന്ന് അവിടെ MOH എക്സാം എഴുതണം എന്നുള്ള കാര്യം അറിയില്ല. കാരണം ഏജൻസികൾ ഇത് നമ്മളോട് പറയില്ല, നിങ്ങൾ അവിടെ ചെന്ന് എക്സാം എഴുതി പാസ്സാവണം എന്നുള്ളതൊന്നും അറിയാതെയാണ് ഈ വ്യക്തി അവിടെ പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എന്താണ് പറയുക, ചതിവ് പറ്റി. അവർക്ക് കൊടുത്ത വിസ പോലും 2.25 ലക്ഷത്തിന് വിസിറ്റ് വിസയാണ് കൊടുത്തത്. ഒന്ന് ചിന്തിച്ച് നോക്കൂ. അങ്ങനെ 3 വർഷം അവിടെ നിന്നു. അല്ല സോറി, 3 വർഷമല്ല കേട്ടോ, 3 മാസം അവിടെ നിന്ന് ഈ പറയുന്ന MOH എക്സാം എഴുതി ഫെയിലായി തിരിച്ചു പോന്നു. ആ 2.25 ലക്ഷം രൂപയും പോയി, ആൾക്ക് തിരിച്ചു പോരേണ്ടിയും വന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ആ വീടിനുണ്ടായ ബാധ്യത എത്രമാത്രമാണെന്ന്.
അപ്പോൾ ഇങ്ങനെയുള്ള ചതിക്കുഴികളിൽ ആരും പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ പരിചയക്കാരാരെങ്കിലും ഈ പറയുന്ന സൗദി അറേബ്യയിലൊക്കെയുള്ള ജോലിയായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവരെല്ലാം വിളിച്ച് ചോദിച്ച് കാര്യങ്ങളിൽ എത്രമാത്രം വിശ്വസിക്കാം എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതിനുശേഷം അന്തിമ തീരുമാനം നിങ്ങൾ എടുക്കുക. ഏജൻസി ആരെയും നിർബന്ധിച്ച് കയ്യിൽ പിടിച്ച് വലിച്ചൊന്നും കൊണ്ടുപോകുന്നില്ല. നമ്മൾ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നതാണ്. അവർ പറയുന്ന പൈസയും എണ്ണിക്കൊടുത്ത് നമ്മൾ പോയിട്ട് അവിടെ കിടന്ന് കഷ്ടപ്പെടണോ വേണ്ടയോ എന്നുള്ളത് ഓരോരുത്തരും ചിന്തിച്ച് തീരുമാനിക്കുക. ചതിക്കുഴിയിൽ ആരും ചെന്ന് പെടരുത്. അത്രയേ ഉള്ളൂ. വീഡിയോ അവസാനിച്ചു. താങ്ക് യു.